أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. صدق الله العلي العظيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമർ 53-54 ആയത്തുകളാണ് ഓതിയത്. പറയുക, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ച എൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും. നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് താഴ്മയോടെ മടങ്ങുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുകയും പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല. സ്വന്തം പാപം കാരണം മനസ്സ് മടുത്ത എല്ലാവർക്കുമുള്ള ആശ്വാസവചനമാണിത്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് നാം ഖേദിച്ച് മടങ്ങുക എന്നതാണ്. നാം എത്ര തന്നെ പാപങ്ങൾ ചെയ്ത് അതിലാണ്ടുപോയി കഴിഞ്ഞവരാണെങ്കിലും റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് വിനയത്തോടെ അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹു തീർച്ചയായും പുറത്തു തരുന്നതാണ്. ഇതിൽ 3 കാര്യങ്ങൾ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ കാരുണ്യം. അത് എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹുവിലേക്ക് മടങ്ങിയെത്തിയാൽ അവൻ പുറത്തു തരുമെന്ന് ഈ ഒരു ആയത്ത് വാഗ്ദാനം ചെയ്യുന്നു. 2, പശ്ചാത്താപത്തിൻ്റെ വഴി നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നു. എല്ലാ തെറ്റുകൾക്കും പശ്ചാത്താപത്തിൻ്റെ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. 3, നമുക്ക് പ്രതീക്ഷ നൽകുന്നു. നിരാശയുടെ ഇരുട്ടിൽ നിന്ന് പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മടങ്ങാൻ ഈ സൂക്തം നമ്മെ പ്രേരിപ്പിക്കുന്നു. സത്യവിശ്വാസികളുടെ ഒരു പ്രധാന ഗുണവിശേഷണമായി അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളതാകുന്നു അവനിലേക്ക് പ്രതീക്ഷയോടെ മടങ്ങുക എന്നത്. സർവശക്തനായ അള്ളാഹുവിനോടുള്ള അടുപ്പം, അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ മുന്നിൽ കീഴൊതുങ്ങൽ, അവൻ്റെ പ്രീതിക്കായി തിടുക്കം കൂട്ടൽ, അവനെ അനുസരിക്കാനുള്ള വ്യഗ്രത. അതായത് അള്ളാഹു ആകുന്നു എൻ്റെ സൃഷ്ടാവ്, അവൻ ശക്തനും ഞാൻ ദുർബലനുമാണ്. അള്ളാഹുവിൻ്റെ തൗഫീക്കും കാരുണ്യവും ഇല്ലാതെ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. എല്ലാ നന്മകളുടെയും ഉറവിടം അള്ളാഹുവിൻ്റെ കയ്യിലാകുന്നു. അതുകൊണ്ട് അവനിൽ ഭരമേൽപ്പിച്ച്, അവനിൽ പ്രതീക്ഷ അർപ്പിച്ച്, അവനെ ആരാധിച്ച്, അവനോട് പ്രാർത്ഥിച്ച് നിലകൊള്ളേണ്ടവരാണ് ഞാനെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ഗുണമുണ്ടാകുന്നത്. പ്രവാചകന്മാരൊക്കെയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയവരായിരുന്നു. ഇന്ന ഇബ്രാഹിം ലഹലീമുൻ അവ്വാഹും മുനീബ്. തീർച്ചയായും ഇബ്രാഹിം സഹനശീലനും ഏറെ അനുകമ്പയുള്ളവനും പശ്ചാത്തപിച്ചു മടങ്ങുന്നവനുമാകുന്നു. അതേപോലെ തന്നെ യൂനുസ് അലൈഹിസ്സലാം തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട സന്ദർഭത്തിൽ ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് പുറത്തു തരണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് അദ്ദേഹം പറയുന്ന ഒരു വചനം, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹുവെ, നീയല്ലാതെ ഇലാഹില്ല,
നീ പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന ഒരു വചനമാണ് അള്ളാഹുവിനോട് പറഞ്ഞത്. ആ ഒരു ഖേദത്തോടെയുള്ള ഒരു വാക്ക് മതി അള്ളാഹുവിന് നമുക്ക് പുറത്തു തരാൻ. അതേപോലെ തന്നെ അയ്യൂബ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ച സന്ദർഭം, അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് തൻ്റെ നാഥനെ വിളിച്ച സന്ദർഭം, ഞാൻ രോഗബാധിതനായിരിക്കുന്നു, നീ കരുണയുള്ളവനിൽ ഏറ്റവും കാരുണ്യവാനാണല്ലോ. രോഗാവസ്ഥയിലും ഒട്ടും നിരാശപ്പെടാതെ അള്ളാഹു കാരുണ്യവാനാണെന്ന ബോധ്യത്തോടുകൂടി അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അദ്ദേഹത്തിന് ബാധിച്ച രോഗം ദൂരീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ആയത്തിൽ പ്രവാചകനോട് അള്ളാഹു പറയുന്നത്, എൻ്റെ അടിമകളോട് പറയൂ, സ്വന്തം ശരീരത്തോട് തിന്മ ചെയ്തവരോട്, അവർ എന്ത് തന്നെ തെറ്റ് ചെയ്താലും ഞാൻ അവർക്ക് പുറത്തു തരും. എല്ലാ പാപങ്ങളും, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ, എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തരുമെന്ന ഒരു ആശ്വാസവചനമാണ് കൊടുക്കുന്നത്. ഇവിടെ തെറ്റ് ചെയ്യുക, തിന്മ ചെയ്തു കഴിഞ്ഞാൽ, ഒരു ശരീരത്തോട് നാം തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് നാം തന്നെ അനുഭവിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് സ്വന്തം ശരീരത്തോട് അതിക്രമം പ്രവർത്തിച്ചവർ എന്ന്. നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തുമ്പോൾ റബ്ബിന് കഴിയാത്തതായി ഒന്നും തന്നെയില്ല എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെയും പ്രതീക്ഷയോടും കൂടിയും വേണം അള്ളാഹുവിന് മുമ്പിൽ നാം പ്രാർത്ഥിക്കേണ്ടത്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഒരു വചനം, എന്ന ആ ഒരു ആയത്ത്, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്നൊരു തിരിച്ചറിവോടുകൂടി തന്നെയായിരിക്കണം നാം വളരെ ദുർബലരും അള്ളാഹുവാണ് എല്ലാ കഴിവുള്ളവനും എന്ന ഒരു ഉറച്ചൊരു ആ ഒരു തീരുമാനത്തോടു കൂടിയായിരിക്കണം നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തേണ്ടത്. നമ്മുടെ മുമ്പിൽ ആകാശം അട്ടിയായി പാപങ്ങൾ ചെയ്താലും ആ ഒരു പാപം അള്ളാഹു പുറത്തു തരുന്നവനാണ്. അള്ളാഹുവിൽ പ്രതീക്ഷ കൈവിടാതെ നാം പ്രാർത്ഥിക്കുക. തിന്മയുടെ കാഠിന്യം അതെത്ര വലുതായാലും തന്നെ നാം ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. നന്മകൾ ചെയ്യുവാനുള്ള നന്മയുടെ അമലുകൾ ചെയ്യുവാനുള്ള ഇതാണ് നാം ഒരുങ്ങേണ്ടത്. ഫഉലായിക ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹൻ ഫഉലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വല്ലാഹു ഗഫൂറുർ റഹീമ. സൂറത്ത് ഫുർഖാനിലെ ഒരു വചനമാണ്. പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം കൈകൊണ്ട് സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തവനൊഴിച്ച് അത്തരം ജനത്തിൻ്റെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി പരിവർത്തിപ്പിക്കുന്നതാകുന്നു. അവനേറെ മാപ്പരുളുന്നവനും ദയാപരനുമല്ലോ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.